guys, welcome back to NEET channel. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ്. ഇത് റേസത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് ആൻസർ ഒന്ന് ഒരു പേപ്പറിലോ ഏതിലോ എഴുതി വെച്ചിട്ട് ശരിയാണോ എന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? 1. Calcium 2+ is necessary for blood coagulation. 2. Coagulation in blood vessels is prevented during normal condition by heparin. Option 3. Clotting of blood involves changes of fibrinogen to fibrin by thrombin. Option 4. Blood clotting involves cascading process involving a number of factors always present in the active form. ഇവിടെ 4 സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഓപ്ഷനിൽ 1, 3, 4 കറക്റ്റ് എന്ന് പറയുന്നുണ്ട്. ബി ഓപ്ഷനിൽ 2 and 4 കറക്റ്റ് എന്ന് പറയുന്നുണ്ട്. സി ഓപ്ഷനിൽ 1, 2 and 3 കറക്റ്റ് എന്ന് പറയുന്നുണ്ട്. ഡി ഓപ്ഷനിൽ 3 and 4 കറക്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരുന്നതെന്ന് വെച്ചാൽ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്. 1, 2, 3 ആണ് കറക്റ്റ്. കാൽസ്യം 2+ ഈസ് നെസസറി ഫോർ ബ്ലഡ് കൊയാഗുലേഷൻ. ബ്ലഡ് കൊയാഗുലേഷന് കാൽസ്യം 2+ എന്തായാലും നിർബന്ധമാണ്. അതേപോലെ തന്നെ കൊയാഗുലേഷൻ ഇൻ ബ്ലഡ് വെസൽ ഈസ് പ്രിവെൻറ്റഡ് ഡ്യൂറിങ് നോർമൽ കണ്ടീഷൻ ബൈ ഹെപ്പാരിൻ. ബ്ലഡ് വെസലിലുള്ള കൊയാഗുലേഷന് നോർമൽ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഹെപ്പാരിനാണ്. പിന്നെ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് ഇൻവോൾവ്സ് ചേഞ്ചസ് ഫൈബ്രിനോജൻ ടു ഫൈബ്രിൻ ബൈ ത്രോംബിൻ. ഫൈബ്രിനോജൻ ഫൈബ്രിനായിട്ട് മാറുന്നത് ത്രോംബിൻ യൂസ് ചെയ്തിട്ടാണ്. ഈ 3 സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ, ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ബ്ലഡ് കൊയാഗുലേഷൻ വൈറ്റമിൻ കെ ഹെൽപ്സ് ഇൻ. ബ്ലഡ് കൊയാഗുലേഷൻ നടക്കുമ്പോൾ വൈറ്റമിൻ കെ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഓപ്ഷൻ എ, കൺവേർഷൻ ഓഫ് ഫൈബ്രിനോജൻ ടു ഫൈബ്രിൻ. ഓപ്ഷൻ ബി, ഫോർമേഷൻ ഓഫ് പ്രോത്രോംബിൻ. ഓപ്ഷൻ സി, കൺവേർഷൻ ഓഫ് പ്രോത്രോംബിൻ ടു ത്രോംബിൻ. ഓപ്ഷൻ ഡി, ഫോർമേഷൻ ഓഫ് ത്രോംബോപ്ലാസ്റ്റിൻ. അപ്പം വൈറ്റമിൻ കെ ഹെൽപ്പ് ചെയ്യുന്നത് പ്രോത്രോംബിൻ്റെ ഫോർമേഷനാണ്. അപ്പോൾ ഫോർമേഷൻ ഓഫ് പ്രോത്രോംബിൻ, ഓപ്ഷൻ ബി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ലിംഫ് ഈസ്. ബ്ലഡും ലിംഫിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓപ്ഷൻ എ, ബ്ലഡ് ഹാസ് RBC ആൻഡ് WBC വൈൽ ലിംഫ് ഹാസ് നോ സെൽസ്. ഓപ്ഷൻ ബി, ബ്ലഡ് ഹാസ് RBC ആൻഡ് WBC വൈൽ ലിംഫ് ഹാസ് ഓൺലി WBC. ഓപ്ഷൻ സി, ബ്ലഡ് ഹാസ് WBC വൈൽ ലിംഫ് ഹാസ് RBC. ഓപ്ഷൻ ഡി, ബ്ലഡ് ഡിസോൾവ്സ് സാൾട്ട് വൈൽ ലിംഫ് നോ സെൽസ്. ഇതിൽ ശരിക്കുള്ള ഡിഫറൻസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ബ്ലഡിൽ RBC ഉണ്ട്. RBCയും WBCയും ബ്ലഡിലുണ്ട്. പക്ഷേ ലിംഫിൽ WBC മാത്രമേ ഉള്ളൂ. അതാണ് ഇതിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. Match the types of WBC listed under column with the shape of nucleus given under column 2 and select the correct option from this. അപ്പം ഇതിൽ ഓരോ നമുക്കറിയാം പല WBC ഉണ്ട്, അതിൻ്റെ ഷേപ്സാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് മാച്ച് എന്ന് കണ്ടെത്തുക, അതാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ന്യൂട്രോഫിലിൻ്റെ ഷേപ്പ് മൾട്ടിപ്പിൾ ലോബ്സ് ആണ്. ഈസ്ട്രോഫിലിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് 2 ലോബ്സ് ആണ്. ബേസോഫിലിൻ്റെത് കിഡ്നി എസ് ഷേപ്പ്ഡ് ആണ്. മോണോസൈറ്റിൻ്റെ കിഡ്നി ഷേപ്പ്ഡ് ആണ്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇത് അധികം എക്സാമിനും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണിത്. നെക്സ്റ്റ് 5th ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ, ആസ് കമ്പയർഡ് ടു ബ്ലഡ്, ലിംഫ് കണ്ടെയ്ൻസ്. ഓപ്ഷൻ എ, മോർ പ്രോട്ടീൻസ്, സെയിം നമ്പർ ഓഫ് ല്യൂക്കോസൈറ്റ്സ്, മെയിൻലി ലിംഫോസൈറ്റ്സ് ആൻഡ് മോർ എറിത്രോസൈറ്റ്സ്. ഓപ്ഷൻ ബി, ലെസ് പ്രോട്ടീൻസ്, മോർ ല്യൂക്കോസൈറ്റ്, ചീഫ്ലി ഗ്രാനുലോസൈറ്റ്സ് ആൻഡ് എ ഫ്യൂ എറിത്രോസൈറ്റ്സ്. ഓപ്ഷൻ സി, ലെസ് പ്രോട്ടീൻസ്, ലാർജ് നമ്പർ ഓഫ് ല്യൂക്കോസൈറ്റ്സ്, മെയിൻലി ലിംഫോസൈറ്റ്സ്, ഫ്യൂ ഗ്രാനുലോസൈറ്റ്സ് ആൻഡ് നോ എറിത്രോസൈറ്റ്സ്. ആൻഡ് ഡി, more proteins, more leukocytes, mainly lymphocytes and a few erythrocytes. അപ്പോൾ ആൻസർ വരുന്നത് ഇതാണ്. സി, ലെസ് പ്രോട്ടീൻസ്, ലാർജ് നമ്പർ ഓഫ് leukocytes, mainly lymphocytes, few granulocytes and no erythrocytes.
നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് ടൈപ്സ് ഓഫ് ല്യൂക്കോസൈറ്റ്സ് സെക്രീറ്റ് ഹെപ്പാരിൻ ആൻഡ് ഹിസ്റ്റമിൻ? ഏത് ല്യൂക്കോസൈറ്റാണ് ഹെപ്പാരിനും ഹിസ്റ്റമിനും സെക്രീറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. എസിഡോഫൈൽസ് സെക്രീറ്റ് ചെയ്യുന്നില്ല, മോണോസൈറ്റ്സ് സെക്രീറ്റ് ചെയ്യുന്നില്ല, ബേസോഫിൽസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. ന്യൂട്രോഫിൽസ് സെക്രീറ്റ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലിംഫ് സെർവ്സ് ടു Option A, transport oxygen to the brain. Option B, return to the interstitial fluid to the blood. Option C, transport carbon dioxide into the lungs. Option D, return the WBC and RBCs to the lymph nodes. Transport oxygen into brain alla. Interstitial fluid to the blood. Return interstitial fluid to blood ആണ് ആൻസർ. Transport carbon dioxide to the lungs അല്ല. Return to the WBC and RBC to the lymph nodes അതും അല്ല. ഓക്കെ, ഇത് പോളിമോർഫിസം. Polymorphism is exhibited by dash and they can squeeze out of blood capillaries into the tissues by the process of dash. ഇതൊരു ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, എന്നാലും ഞാൻ പറയാം. എക്സിബിറ്റ് ചെയ്യുന്നത് ഏതാണെന്ന് വെച്ചാൽ WBC ആണ്. ആ പ്രോസസ്സിന് ഡയപ്പഡിസിസ് എന്നാണ് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ റിഗാർഡിംഗ് ഓഫ് കാർഡിയാക് സിസ്റ്റം ഈസ് കറക്റ്റ്? കാർഡിയാക് സിസ്റ്റം വെച്ചിട്ടുള്ള ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ 1, ഹ്യൂമൻ ഹാർട്ട് ഈസ് എക്ടോഡെർമൽ ഡെറിവേറ്റീവ്. ഇതൊരു തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ. എക്ടോഡെർമൽ ഡെറിവേറ്റീവ് അല്ലല്ലോ, മീസോഡെർമൽ ആണല്ലോ. ഓപ്ഷൻ ബി, മിത്രാർ വാൾവ് ഗാർഡ്സ് ദി ഓപ്പണിംഗ് ബിറ്റ്വീൻ ദ റൈറ്റ് ഏട്രിയം ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇതും തെറ്റാണ് സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ പറയുന്നത് SAN ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ലെഫ്റ്റ് അപ്പർ കോർണർ ഓഫ് ദ ലെഫ്റ്റ് ഏട്രിയം. ലെഫ്റ്റ് അപ്പർ അല്ലല്ലോ, റൈറ്റ് അപ്പർ അല്ലേ, അപ്പോൾ അതും തെറ്റ സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്ഷൻ 4 എന്ന് പറയുന്നത് കാർഡിയാക് ഔട്ട്പുട്ട് ഈക്വൽ ടു സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ്. അതൊരു ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം ഈ 4 സ്റ്റേറ്റ്മെൻറ്റിൽ ആകെ ശരിയായത് ഓപ്ഷൻ 4 അല്ലേ. അപ്പം ഇവിടെ ഓപ്ഷൻ 4 എന്ന് പറഞ്ഞതുണ്ടോ? ഉണ്ട്, അതാ ഓപ്ഷൻ ഡി ആണ് അപ്പോൾ ആൻസർ. Select the incorrect difference between open and closed circulatory system. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ക്ലോസ് സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ ശരിയല്ലാത്ത ഡിഫറൻസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പം ബ്ലഡ് ഫ്ലോസ് അറ്റ് ഹൈ പ്രഷർ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ, അത് തെറ്റല്ലേ. പിന്നെ എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽ ഈസ് ഡയറക്റ്റ്, അത് ശരിയാണ്. ഇറ്റ് ഈസ് ലെസ് എഫിഷ്യൻറ്റ്, ശരിയാണ്. ഫൗണ്ട് ഇൻ ലീച്ച് ആൻഡ് പ്രൗൺസ്, ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ലീച്ചിലും പ്രൗൺസിലാണ് കാണുന്നത്, അതും ശരിയാണ്. ക്ലോസ് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ വെച്ച് നോക്കുമ്പോൾ ബ്ലഡ് ഫ്ലോസ് അറ്റ് ലോ പ്രഷറിലല്ലല്ലോ ഫ്ലോ ചെയ്യുന്നത്, അപ്പോൾ അത് തെറ്റ്. എക്സ്ചേഞ്ച് ദ മെറ്റീരിയൽ ഒക്കേഴ്സ് ത്രൂ ടിഷ്യൂ ഫ്ലൂയിഡ്, അത് ശരി. ഇൻ മോർ എഫിഷ്യൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ എർത്ത് വോംസിലും സ്ക്വിഡ്സിലാണ് കാണുന്നത്, അതും ശരിയാണ്. അപ്പം ഇൻകറക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്. Bicuspid valve regulates the flow of blood from option A, left ventricle to SA node. Option B, left auricle to left ventricle. Option C, post cable to right auricle. Option D, right auricle to right ventricle. ഓപ്ഷൻ സി ഓപ്ഷൻ ഡി അല്ല, കാരണം ഇത് രണ്ടും ടെക്സ്റ്റിൽ എടുത്ത് പറയുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് വരും ഓപ്ഷൻ എ ആണോ ഓപ്ഷൻ ബി ആണോ എന്നുള്ളതാണ്. അപ്പോൾ ലെഫ്റ്റ് ഓറിക്കിൾ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്കാണ് പോവുക, അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് റെഡി. ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ഇലക്ട്രോകാർഡിയോഗ്രാം? ECGനെ തുടർന്നുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് ചോദിക്കുന്നത്. P wave represent the electrical excitation of the ventricle. Option B, QRS complex represent repolarization of the ventricle. അപ്പം QRS കോംപ്ലക്സ് റീപോളറൈസേഷൻ അല്ലല്ലോ കാണിക്കുന്നത്. T wave represent repolarization of atria, അതും അല്ലല്ലോ. By counting the time between two QRS complex, one can determine the pulse rate. അപ്പം എ ബിയും സിയും തെറ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ECGയെ റിഗാർഡ് ചെയ്ത് നോക്കുമ്പോൾ ഈ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. QRS കോംപ്ലക്സ് എത്ര തവണ ഉണ്ടോ അത്രയും പൾസ് റേറ്റ് ആണ് ഉണ്ടാവുക എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ്. ദാറ്റ് മീൻസ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ് പാത്വേ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് കാർഡിയാക് ഇമ്പൾസ്? കാർഡിയാക് ഇമ്പൾസിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പ്രൊപ്പഗേഷൻ ഏതാണെന്ന് ചോദിക്കുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്
കാണാണ്ട് പഠിക്കുക. ഫസ്റ്റ് എസ് എ നോഡിൽ നിന്ന് എ ബി നോട്ടിലേക്ക് പോകും, എ ബി നോഡിൽ നിന്ന് ബണ്ടിൽ ഓഫ് ഫീസിലേക്ക് പോകും, ബണ്ടിൽ ഓഫ് ഫീസിൽ നിന്ന് പർക്കിൻസ് ഫൈബേഴ്സിലേക്ക് പോകും. ഇതാണ് കാണാണ്ട് പഠിക്കേണ്ടത് ഒരു ക്വസ്റ്റ്യൻ ആണിത്. കാരണം അധിക ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. പിന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഈസ് ക്യാരിഡ് ഇൻ. ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്യുന്നത് പൾമണറി ആർട്ടറിയാണ് ബ്ലഡിനെ ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ ക്യാരി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് വരുന്നത്. ദ പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട് ഈസ്. പേസ് മേക്കർ ഓഫ് ഹാർട്ട് ഈസ് എന്ന് പറയുന്നത് ഏതാണ്? എസ് എ നോഡാണ്. അതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഹ്യൂമൻ ഹാർട്ട് ഈസ് മയോജനിക് ബിക്കോസ്. ഹ്യൂമൻ ഹാർട്ട് മയോജനിക് എന്ന് പറയാൻ കാരണം എന്താ? ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് കാർഡിയക് മസിൽസ്. കാർഡിയക് മസിൽസ് കൊണ്ടാണ് നിർമ്മിച്ചതെങ്കിലും അതുകൊണ്ടല്ല മയോജനിക് എന്ന് പറയുന്നത്. കാർഡിയക് മസിൽ ഈസ് ഇൻവോളണ്ടറി ആൻഡ് റിതമിക് ഇൻ ഇറ്റ്സ് ആക്ടിവിറ്റി. അതുകൊണ്ടല്ല. കാർഡിയക് മസിൽസ് ഫോംസ് സിൻസീഷ്യം. അതും കൊണ്ടല്ല. കാർഡിയക് മസിൽസ് സിൻസീഷ്യം ഉണ്ടാക്കും. അതുകൊണ്ടല്ലല്ലോ. Rhythmic activity of contraction and relaxation of basic intrinsic property of the cardiac muscles കാരണമാണ് ഹ്യൂമൻ ഹാർട്ട് മയോജനിക് എന്ന് പറയാൻ കാരണം. ദ ലാർജസ്റ്റ് ആർട്ടറി ഇൻ ദ ബോഡി. ബോഡിയിലെ ഏറ്റവും വലിയ ആർട്ടറി ഏതാണെന്ന് ചോദിച്ചാൽ അയോട്ട തന്നെയാണ്. മാറിപ്പോകരുത്. പ്രിക്കാവലും വീനാകാവയും പൾമണറി ആർട്ടറിയല്ല. ലാർജസ്റ്റ് ആർട്ടറി എന്ന് പറയുന്നത് അയോട്ടയാണ്. ക്ലോഷർ ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് മേക്സ് ലൗഡർ സൗണ്ട് ഓഫ് ഹാർട്ട് ബീറ്റ്. ഹാർട്ട് ബീറ്റിന് ലൗഡർ സൗണ്ട് ഇതിലെ ഏത് വാൾവ് ക്ലോസ് ചെയ്യുമ്പോഴാണ് എന്നാണ് ചോദിക്കുന്നത്. മിട്രാൾ വാൾവ് ക്ലോസ് ചെയ്യുമ്പം വലിയ സൗണ്ട് വരില്ല. സെമി ലൂണർ വാൾവ് ക്ലോസ് ചെയ്യുമ്പം വലിയ സൗണ്ട് വരില്ല. ഔറിക്കുലോ വെൻട്രിക്കുലർ വാൾവ് എന്ന് പറയുന്നത് ഏട്രിയോ വെൻട്രിക്കുലർ വാൾവാണ്. അത് ക്ലോസ് ചെയ്യുമ്പോഴാണ് ലാർജസ്റ്റ് സൗണ്ട് വരുന്നത്. ട്രൈകാസ്പിഡ് വാൾവ് ക്ലോസ് ചെയ്യുമ്പം ലാർജസ്റ്റ് സൗണ്ട് ഉണ്ടാവില്ല. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ബെസ്റ്റ് ഡിഫൈൻ ആർട്ടറി. ആർട്ടറിനെ കുറിച്ചിട്ട് നല്ലോണം പറയുന്നത്, നല്ല ഡിഫൈൻ ചെയ്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. 4 സ്റ്റേറ്റ്മെൻറ്റാണ് തന്നിരിക്കുന്നത്. ഇറ്റ് ക്യാരീസ് ബ്ലഡ് ഫ്രം വൺ വിസറൽ ഓർഗൻ ടു അനദർ വിസറൽ ഓർഗൻ. ബ്ലഡ് ഒരു വിസറൽ ഓർഗനിൽ നിന്ന് മറ്റൊരു വിസറൽ ഓർഗനിലേക്ക് ബ്ലഡ് പോകുന്നുണ്ട്. അതാണോ? അതല്ല. അതത്ര വലുതല്ല. ശരിയാണെങ്കിൽ പോലും അതത്ര വലിയായിട്ട് ഡിഫൈൻ ചെയ്യുന്നില്ല. It carries oxygen blood to the different organs. It carries blood away from the heart to different organs. ഇതാണല്ലോ കറക്റ്റ് അല്ലേ? കറക്റ്റായിട്ട് പറയുന്നത്. ഇറ്റ് ബ്രേക്സ് അപ്പ് ഇൻ ദ കാപ്പിലറീസ് വിച്ച് റിട്ടേൺ ടു ഫോം എ വെയിൻ. ഇതിൽ 4 എണ്ണത്തിലും കൂടുതൽ സഫീഷ്യൻ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. വിച്ച് സ്ട്രക്ചർ ആർ ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ സിസ്റ്റമിക് സർക്കുലേഷൻ. സിസ്റ്റമിക് സർക്കുലേഷനിൽ ഏതൊക്കെ സ്ട്രക്ചേഴ്സാണ് ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. സുപ്പീരിയർ വീന കാവല്ല. റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. റൈറ്റ് വെൻട്രിക്കിൾ ഇല്ലല്ലോ. ലെഫ്റ്റ് വെൻട്രിക്കിൾ ഉണ്ടെങ്കിലും റൈറ്റ് വെൻട്രിക്കിൾ ഇല്ല. പിന്നത്തെ വരുന്നത് ഓപ്ഷൻ ബി, റൈറ്റ് വെൻട്രിക്കിൾ, പൾമണറി ആർട്ടറീസ് ആൻഡ് ലെഫ്റ്റ് ഏട്രിയം. റൈറ്റ് വെൻട്രിക്കിൾ ഇല്ല, പൾമണറി ആർട്ടറി ഇല്ല, ലെഫ്റ്റ് ഏട്രിയം ഇല്ല. ഓപ്ഷൻ സി, ലെഫ്റ്റ് വെൻട്രിക്കിൾ ഉണ്ട്, അയോട്ട ഉണ്ട്, ഇൻഫീരിയർ വീന കാവ ഉണ്ട്. ഓപ്ഷൻ ഡി, റൈറ്റ് ഏട്രിയം, പൾമണറി ട്രങ്ക് ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. അപ്പോൾ ഓപ്ഷൻ സി ആണ് വരുന്നത് ആൻസർ. ഹൗ മെനി ഡബിൾ സർക്കുലേഷൻസ് ആർ നോർമലി കംപ്ലീറ്റഡ് ബൈ ഹ്യൂമൻ ഹാർട്ട് ഇൻ 1 minute? ഒരു മിനിറ്റിൽ എത്ര ഡബിൾ സർക്കുലേഷൻ ആണ് ഒരു ഹ്യൂമൻ ഹാർട്ടിന് ഉണ്ടാവുക? 8 അല്ല, 17 അല്ല, 72 ആണ് വരിക. 36 അല്ല, 72 ആണ് ആൻസർ വരിക. ഓപ്ഷൻ സി.